നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സോനുവിന്റെ വീട്ടിലേക്ക് പോവാണ്. അച്ചായിനെയും അമ്മച്ചീനെയും മനുവിനെയും ഒക്കെ കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ പോകുന്നതിന് മുമ്പ് നമ്മൾ സ്ഥിരം പോകുന്ന തൃക്കാക്കര ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. എല്ലാ ഓണത്തിനും ഇപ്പൊ നമ്മൾ പോവാറുണ്ട് അമ്പലത്തില്. അപ്പൊ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഓണം ആഘോഷിക്കാൻ വേണ്ടി നമ്മള് അച്ചായനെയും അമ്മച്ചീനെയും അടുത്തേക്ക് പോവുകയാണ്. അതെ, ഇത്തവണത്തെ ഓണം എന്ന് പറയുന്നത് നമ്മൾ അവിടെ താമസിക്കുകയാണ്. അല്ലെങ്കിൽ എല്ലാ വർഷവും ഉത്രാടത്തിന്റെ അന്ന് പോയി വരുമായിരുന്നു. പക്ഷെ ഇത്തവണ നമ്മൾ തിരുവോണത്തിന്റെ അന്ന് തന്നെ അവിടെ പോകും. എന്നിട്ട് നാളെയാണ് തിരിച്ചു വരുവുള്ളൂ. അതെ, ഇപ്രാവശ്യം നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തു. കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് അമ്മച്ചിയുടെ കൂടെ ഓണം സ്പെൻഡ് ചെയ്യാൻ പറ്റാറില്ല. അച്ചായന്റെ അമ്മച്ചിന്റെയും കൂടെ അമ്മയുടെ കൂടെയാണ്. അപ്പൊ ഇപ്രാവശ്യം അമ്മ പ്രത്യേകിച്ച് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇപ്രാവശ്യം അമ്മച്ചിയുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞു. അമ്മച്ചി കുറെ പ്രാവശ്യം പറയുന്നു അമ്മച്ചിയുടെ കൂടെ നിൽക്കാൻ. അപ്പൊ അമ്മ ഇപ്രാവശ്യം പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും അമ്മച്ചിയുടെ അച്ചായയുടെയും കൂടെ ഓണം ആഘോഷിക്കാൻ പറഞ്ഞു. അമ്മയ്ക്ക് പിന്നെ അവിടെ ചേച്ചിയൊക്കെ ഉണ്ട്. അതെ, ചേച്ചി ഓണത്തിന് മുന്നേ വന്നായിരുന്നു. അതുകൊണ്ട് അമ്മ ഒറ്റയ്ക്കല്ല. അതെ, അപ്പൊ അങ്ങനെ അപ്പൊ നമ്മള് പ്രാർത്ഥിച്ചിട്ട് അതെ, നമ്മള് ഓണത്തിന്റെ ഏറ്റവും പ്രത്യേകതയുള്ള അമ്പലമല്ലേ നമ്മുടെ തൃക്കാക്കര വാമനമൂർത്തിയുടെ അമ്പലം. അപ്പൊ അവിടെ പോവാ. നമ്മുടെ ബ്ലോഗിൽ നിന്ന് തന്നെ കുറെ പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. നമ്മളിപ്പോ സ്ഥിരം പോകുന്നതാണ് അവിടെ. അതെ, പിന്നെ ഇതാണ് ഞങ്ങളുടെ ഓണക്കോടി. അതെ, നമ്മള് കാണിക്കാന്ന് പറഞ്ഞില്ല, ഇതാണ് നമ്മുടെ ഓണക്കോടി. എങ്ങനെയുണ്ട്? ഇത്തവണയും കുറെ ഡിസൈൻ മ്യൂറൽ പെയിന്റിങ്സ് അങ്ങനെ കുറെ വന്നിട്ടുണ്ട് അല്ലേ? എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവും വിചാരിക്കുന്നു ഞങ്ങളുടെ കോസ്റ്റ്യൂം ഒക്കെ. ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് പ്രാർത്ഥിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടായിരിക്കും പോവാ. അപ്പൊ എല്ലാ വിശേഷങ്ങളും നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മൊത്തം കാണണം. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും സോനു നികേഷ് വ്ളോഗിന്റെ ഓണം സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങള് അങ്ങനെ തൃക്കാക്കര അമ്പലത്തിലെത്തിയിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആൾക്കാര്. നമ്മള് നേരത്തെ ഉണ്ട്, നല്ല ആൾക്കാരുണ്ട് ഈ സമയത്ത് അല്ലേ? അതെ, നമ്മളപ്പോ ഉള്ളിലേക്ക് കിടക്കാൻ പോവാണ്. എന്ത് രസാലേ ഇവിടെ വന്നപ്പോ. നല്ല രസം. കേറാപ്പ. അപ്പൊ നമുക്ക് ഉള്ളിൽ കയറാം. അമ്പലം നല്ല സൂപ്പറായിട്ട് അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേഗം കേറിയിട്ട് പോവാം. നമുക്ക് ഉള്ളിൽ കയറാം. ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണാം. ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുകയാണ്. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓണത്തിന് എല്ലാവർക്കും ഈ വർഷം അടുത്ത എല്ലാ വർഷങ്ങളും നന്നാവട്ടെ. ഈ ഓണം നല്ല ഓണാവട്ടെ. മഹാബലി വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്, നിങ്ങളെല്ലാവരും അനുഗ്രഹിച്ചിട്ടുണ്ട്. ഈ സൗണ്ടാണ് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഈ അമ്പലം ഇതിന് ഭയങ്കര ഫേമസ് അല്ലേ? ഓണത്തിന്റെ അതെ. അപ്പൊ നമ്മള് ചെണ്ടയുടെ ശബ്ദവും എല്ലാം ഉണ്ട്. പുറത്തേക്ക് ഇറങ്ങുകയാണ്. കണ്ടമാനം ആൾക്കാരുണ്ട് ഇതിന്റെ ഉള്ളില്. സന്തോഷമായില്ലേ? അപ്പൊ നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. അമ്പലത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. സമയത്ത് 9:00 ഞങ്ങൾ
ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ് ആര്യാസിൽ. അപ്പോൾ ഫാസ്റ്റ് കഴിച്ചിട്ട് ഗീ റോസ്റ്റാണ് പറഞ്ഞത്. ചട്ടാവ് ഗീ റോസ്റ്റ് പറഞ്ഞ് ഞാൻ ഗീ റോസ്റ്റ് പലരും പറഞ്ഞു, സോനു ഗീ റോസ്റ്റ് മാത്രം എന്താ വട വേണ്ടാത്ത. ഒന്നും വേണ്ട, നമുക്ക് സമയമില്ല. എത്രയും പെട്ടെന്ന് ഇനി കൂത്താട്ട് എത്തണം. നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ഒത്തിരി സമയം പോയില്ലേ. അത് അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് ഫ്ലാറ്റിൽ പോയിട്ട് പിന്നെ അവിടുന്ന് നമ്മൾ അച്ചായി അമ്മച്ചിനെ കാണാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കഴിക്കണം കേട്ടോ, ഗീ റോസ്റ്റ് കഴിക്കാം. വേഗം ഞങ്ങളങ്ങനെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുകയാണ്. കൂത്താട്ടുകുളത്തേക്ക് പോവുകയാണ് നമ്മൾ അച്ചായിനെയും അമ്മച്ചീനെയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അമ്മേനെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അമ്മേനെ കണ്ടിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ കുറേ നാളായില്ലേ അമ്മേനെയും അച്ചായിനെയും അമ്മച്ചീനെയും ഒക്കെ കണ്ടിട്ട് നിങ്ങൾ കുറേ നാളായിട്ടുണ്ട്. അപ്പോൾ അമ്മേനെ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി അച്ചായിനെയും അമ്മച്ചീനെയും അടുത്തേക്ക് നമ്മൾ പോവുകയാണ്. നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയല്ലേ കാണാൻ? ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് അവരെ ഇപ്പം കാണൂലോ എന്നൊക്കെ ഉള്ളത്. ഓണക്കൂടിയൊക്കെ നമ്മൾ മേടിച്ചു വെച്ചിട്ടുണ്ട്. മനു ഉണ്ട് അവിടെ, രോഹിണി നാട്ടിലില്ല. അപ്പൊ നമ്മൾ പോവാണ്. ഇപ്പൊ ഇറങ്ങണേ ഉള്ളൂ. സമയം ഓൾറെഡി ലേറ്റ് ആയി. നമ്മൾ തൃക്കാക്കര അമ്പലത്തിലൊക്കെ പോയ കാരണം കൊണ്ട് ലേറ്റ് ആയി. നേരം വഴി കഴിഞ്ഞാൽ അമ്മച്ചിക്ക് ഇങ്ങനെ വിഷമാവും. അപ്പൊ നമ്മള് ഇനി അധികം സമയം കളയുന്നില്ല, വേഗം ഇറങ്ങുകയാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കാണണം കേട്ടോ. എന്നിട്ട് വേണം അഭിപ്രായങ്ങളും കമന്റ്സ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. അവിടുന്ന് ഇവിടുന്നൊക്കെ കണ്ടിട്ടൊന്നും കമന്റ്സ് ഇടരുത്. അപ്പൊ തുടങ്ങാം, പോവാം. അതെ, വണ്ടി മാറ്റിച്ചാൽ കുഴപ്പമില്ല. നോക്കൊക്കെ എന്തൊരു വ്യത്യാസം നോക്കട്ടെ. കർണാളായില്ലേ ഓണാഘോഷ പരിപാടി എവിടെയാ അമ്മച്ചി? ആ സുന്ദരത്തൊക്കെ പോയില്ലേ നികേഷ്? ഷുഗർ വന്നോളൂ നമ്മുടെ സുന്ദരത്തൊക്കെ പോയി. നികേഷ് പറഞ്ഞാൽ ഷുഗർ വന്നേ പിന്നെ കളറൊക്കെ പോയി. അതെ, നല്ല ഓണത്തിന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഇല്ല. ഞാൻ നോക്കിയാ ഉപ്പ് തന്നെ കേട്ടോ, ഒരു രുചി അങ്ങനെ വീട്ടിൽ എത്തി. ചായ അമ്മച്ചി എല്ലാം ഇവിടെ ഉണ്ട്. മനു ഇവിടെ ഉണ്ട്. മനു സദ്യ എടുക്കാൻ പോയതാണ്. എല്ലാരും അച്ചായിനെയും അമ്മച്ചീനെയും ഒക്കെ കാണിക്കാന്ന് പറഞ്ഞില്ലേ? എന്താട്ടാ അച്ചായിയും അമ്മച്ചീനെയും നമ്മള് കാണിച്ചിരിക്കണോ? ഞങ്ങൾക്ക് മെസ്സേജ് വെച്ച് ചോദിക്കൂ, എന്താ കാണിക്കാത്ത, എന്താ വീട്ടിൽ പോവാത്തന്നൊക്കെ ചോദിക്കും. ഇതിന് ക്ഷീണമൊന്നുമില്ല കേട്ടാ, ക്ഷീണമൊന്നുമില്ല. അമ്മച്ചി നല്ല സുന്ദരിയായിട്ട്, അച്ചായി അതെ നല്ല ഉന്മേഷമായിട്ട് ഇരിക്കുന്ന രണ്ടാളും. നമ്മള് ഓണസദ്യ കഴിക്കാൻ പോവാണ് ഇപ്പൊ അല്ലേ? മനു എടുക്കാൻ പോയിരിക്കുകയാണ്. നമ്മള് പുറത്തുനിന്നാണ് ഓർഡർ ചെയ്തേക്കണേ. അപ്പൊ അവിടെ റെഡി ആണെന്ന് അറിയത്തില്ല. അവൻ തന്നെ നോക്കലാന്ന് പറഞ്ഞു. പിന്നെ അപ്പൊ ഞങ്ങള് പോയില്ല. ഗേറ്റ് വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സൗനു. ആ അതെ, ഗേറ്റ് ഒക്കെ വെച്ച് വീടൊക്കെ ആകെ മാറി. അതെ, ആകെ ഒരു മാറ്റമായി. സ്പേസ് ആയ പോലെ ഒത്തിരി സ്ഥലം നീളം നോക്കി കൊറേ ഉണ്ട്. അതുപോലെ അവിടെയൊക്കെ ഇതാക്കിയില്ലേ, സ്പേസ് കൂടി. താണല്ലേ കിടന്നു. താഴ്ന്ന കിടന്നിരുന്നു. അതിലെ റോഡെ പോണവർക്കൊന്നും ഉണ്ടല്ലോ, അവിടെയൊക്കെ കെട്ടി പുറകോസവും കെട്ടി. റോഡെ പോണവർക്കൊന്നും അമ്മച്ചിനെ കാണാൻ മേലെന്നും പറഞ്ഞ് പരാതി എന്നും പറഞ്ഞ്. അല്ലെങ്കിൽ അമ്മച്ചി ചാടുകളെ നിന്ന് കഴിഞ്ഞാല് ആ വങ്ങാറ്റുന്നു പറഞ്ഞ ആൾക്കാരെല്ലാം കാണാം. അമ്മച്ചിയുടെ ഒന്ന് കുക്ക് ചെയ്യുമ്പോ എല്ലാരും കാണാം. ഇതൊക്കെ കാണണമെന്ന് എനിക്ക് അവിടെ എല്ലാം കാണാം. അയ്യമ്മ പറയൂ കേട്ടോ, നിനക്ക് അടുക്കളൊക്കെ അതിന് എല്ലാം കാണല്ലോ. ആല് ഒഴിക്കുന്ന ഒരുവരെ കാണാം. ഇതൊക്കെ നല്ല ഭംഗി. നമ്മുടെ ചെടികളൊക്കെ പോയിട്ടോ. ഇവിടെ ഗേറ്റ് വെച്ചപ്പോ ഇനി എന്റെ പുറത്ത് നട്ടിട്ടുണ്ട്. ഉണ്ടായി തന്നെ പൊടിയൊക്കെ എപ്പോഴും വണ്ടി പോവല്ലേ, നിറച്ചു പൊടിയും ഇവിടെ ഇങ്ങോട്ട് വന്ന വീട്ടിലേക്ക്. ചെടിയൊക്കെ നിൽക്കുമ്പോ ഒരു ചൂടിനൊക്കെ കുറവുണ്ടാകും.
വെള്ള പെയിന്റ് അടിക്കില്ലേ? വെള്ള പെയിന്റ് ആകുമ്പോ പെട്ടെന്ന് പക്ഷെ കാണാൻ ഭംഗി വെള്ളയാ. വെള്ള പെയിന്റ് മഴ പോയിട്ടുണ്ട് കുറച്ചുകൂടി വലുതായ പോലെ തോന്നുന്നു. കപ്പ എലി അടിക്കല്ലേ? ക്ഷീണം കുറവുണ്ടാ? ഇപ്പൊ വലിയ കുഴപ്പമില്ല. നമുക്കൊക്കെ ഒരു രൂപയാണ് കിട്ടുമെന്ന് ചെയ്യണം അങ്ങനെയല്ലേ? ഇവരൊക്കെ വിളിക്കാറില്ലേ? ഷേർലി അമ്മയും ഷൈനിയൊക്കെ വിളിക്കാറുണ്ട്. അവരാ എല്ലാ ഞായറാഴ്ച വിളിക്കും. ചാവർത്തവും എന്താ ഇതിന്റെ ചക്രവർത്തി അല്ലേ? ആപ്പിളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ പറ്റിയല്ലോ ഒറ്റാവുന്നു. ഇപ്പൊ എല്ലാവരെയും കഴിക്കുക. ഒരു അടുത്ത ആൾക്കാരൊക്കെ ഇപ്പൊ അങ്ങനെയാ. സത്യം വന്ന സമയത്തൊക്കെ ഉണ്ടാക്കുമായിരുന്നു അല്ലേ? കറികളൊക്കെ ഉണ്ടാക്കുവായിരുന്നു. ഇപ്പൊ ആർക്കും പറ്റിയല്ല. ഇപ്പൊ കറികളൊന്നും ഉണ്ടാക്കാൻ അമ്മച്ചി പറ്റിയതാണ്. ഞാൻ കൊണ്ടുപോകാം. നമ്മുടെ സദ്യ വന്നിട്ടുണ്ട്. ചെറിയൊരു ബാങ്ക് പൊട്ടിക്കാതെ അക്കായി ഇപ്പൊ ഞെക്കി പൊട്ടിക്കുക. രണ്ടുകൂട്ടം വയസ്സുണ്ടോ? ഇതെന്നാപ്പാ? ഇതും വയസ്സ് ഇതെന്നാപ്പാ? ആ പൊട്ടിട്ട് കൊടുക്കാറില്ല. ഇടാൻ വേണ്ടി സാമ്പാറാണോ ചെയ്ത്? രസം തന്നെ പായസത്തിൽ മാറ്റി വയ്ക്കാൻ അവസാനം കുടിക്കാൻ കറികളൊക്കെ വിളമ്പോ ഞാൻ വിളമ്പിക്കാളെ. കാരണം ഞങ്ങള് ഓണസദ്യ കഴിക്കാൻ ഇരിക്കുകയാണ്. എല്ലാരും കൂടിയിട്ട് ഒത്തുചേർന്ന് നമ്മള് സന്തോഷമായിട്ട് ഓണസദ്യ കഴിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അമ്മച്ചി നമ്മൾ തുടങ്ങില്ലേ? മനു അച്ചായി ഞങ്ങൾ കഴിച്ചു തുടങ്ങാം കേട്ടോ. അമ്മാണ് അച്ചായി എനിക്ക് ഒഴിച്ചു വെച്ചേക്കണേ. മനു നേരത്തെ വെച്ച് എണീറ്റു. അവനെ അങ്ങാണ്ട് പോകാനുണ്ട്. ഞങ്ങൾ കഴിക്കാന് നല്ല സദ്യ അല്ലേ അമ്മച്ചി? അമ്മച്ചി അടിപൊളി. നമ്മളന്ന് ബിരിയാണി മേടിച്ച അമൃത ഹോട്ടലിൽ അവിടെ നിന്നാ മേടിച്ചു. ബാറിന്ന് എന്താ അടപ്രഥമനാണ്? പാലടപ്രഥമനാന്ന് അത്. ഇതധികം കഴിച്ചു. അത് ഇച്ചിരി എടുത്ത് കഴിച്ചു നോക്കിയേ. അതും അതുപോലെ അതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. അമ്മച്ചി കഴിക്കേ. അച്ചായിക്ക് പായസം. അല്ല കൊച്ചു കഴിച്ചോ? അച്ചായി പിന്നെ അച്ചായി പിന്നെ കഴിക്കണമെന്ന്. കൊച്ചു കഴിച്ചോ? നിങ്ങോട്ട് കഴിച്ചേ. ഞാനും കഴിച്ചോളാം. ഇച്ചിരി മതി എനിക്ക്. ഞാൻ എടുത്തോളാം. നല്ല പായസമാണ് നിങ്ങൾക്ക്. കൊച്ചു കഴിക്കണ്ട. അമ്മച്ചി ഒരു പൊടിക്ക് ടേസ്റ്റ് ചെയ്തു അത്രേ ഉള്ളൂ. ഒരു ഇത്രയും ഇന്ന് നല്ല ടേസ്റ്റാ. അച്ചായി സൂപ്പർ അല്ലേ? അതാ പറഞ്ഞ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അമ്മച്ചി ഒരു ശകലം നോക്കി. അച്ചായി കൊല്ലു തന്നെ. അത് ഞാൻ നോക്കിയില്ല കേട്ടോ. അതെങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കിയില്ല. വലിയ പാലടയാണ്. ഞങ്ങളങ്ങനെ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി അവസാനം കുറച്ച് കഴിഞ്ഞപ്പോ പായസം കഴിക്കുകയാണ്. അതെ, 2 തരം പായസം ഉണ്ട്. അപ്പൊ ഒന്ന് ഇതേതാ സോനു? പാലിന്റെ പാൽപായസം. ഇത് അടപ്രഥമൻ. അടപ്രഥമൻ. അടപ്രഥമനായിരുന്നു. എനിക്ക് അത് വലിയ താല്പര്യം. രണ്ടും നല്ല കേട്ടോ.
രസമുണ്ട്. മുട്ട വീടുണ്ടോ? രണ്ടും രസമുണ്ട്. നല്ല എന്നാലും കൂടുതലും എനിക്ക് പാൽപ്പായസ കൂടുതൽ ഇഷ്ടം. ഈ പായസം നമ്മുടെ എറണാകുളത്ത് തന്നെ കിട്ടാറില്ല. അടയുടെ പായസം പണ്ട് വീട്ടിലൊക്കെ അമ്മ ഉണ്ടാക്കുമായിരുന്നു. അടപ്രഥമൻ അമ്മ എല്ലാ പായസവും ഉണ്ടാക്കുമായിരുന്നു. അത് ഒത്തിരി കഴിക്കണില്ല, കുറച്ച് കഴിക്കണുള്ളൂ. മധുരം അധികം ആയാലും ശരിയാകുകയില്ല. അമ്മച്ചി മുമ്പൊക്കെ എല്ലാം ഉണ്ടാക്കുമായിരുന്നു എന്ന് അമ്മച്ചി എന്നോട് പറഞ്ഞു. ഇപ്പൊ കുറെ മുമ്പൊക്കെ എല്ലാ കറികളും പായസവും ഒക്കെ ഉണ്ടാക്കുമായിരുന്നു അല്ലേ? ഉണ്ടാക്കുമായിരുന്നോ? പിന്നെ ഇപ്പൊ ഇവിടെ നിങ്ങൾ എല്ലാരും പുറത്ത് തന്നെ വരുന്നത്. എന്നാ വെച്ചാൽ ആൾക്കാരുണ്ടാക്കാനും ഇല്ലല്ലോ. പിന്നെ എല്ലാവർക്കും അസുഖങ്ങളൊക്കെ. അപ്പൊ പുറത്തുനിന്ന് പായസമൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ എങ്ങനെ ഇരിക്കട്ടെ, എല്ലാവരോടും വർത്താനൊക്കെ പറഞ്ഞു. അതെ, വയറൊക്കെ നിറഞ്ഞ് ഓണസദ്യയൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് പായസമൊക്കെ കുടിച്ച് അച്ചായൊക്കെ ഇങ്ങനെ ഒരു 10 പോലെ ആയിട്ടുണ്ട്. അപ്പൊ ഇനി കുറച്ചു നേരം വർത്താനം പറഞ്ഞ് ഒക്കെ ഇരിക്കാൻ നമുക്ക് എല്ലാവർക്കും. ഞങ്ങളിങ്ങനെ ചുമ്മാ മുറ്റത്തൊക്കെ ഇങ്ങനെ നടക്കുക. ഇവിടെ വരുമ്പോൾ ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ നടക്കാനും നല്ല രസമാണ്. ഇവിടുത്തെ ഒരു എൻവയോൺമെൻറ്റ് ഒരു ഡിഫറെൻ്റാണ്. ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര വേറെ റബ്ബർ തോട്ടങ്ങളും അങ്ങനെയൊക്കെയുള്ള ഇതല്ലേ. നല്ല രസമാണ്. ഇവിടെ വരുമ്പോഴും ഇങ്ങനെ നടക്കും രണ്ടാളും. അമ്മച്ചിക്ക് ഒരു ഇച്ചിരി ക്ഷീണം തോന്നി. എനിക്ക് കയറി വരുമ്പോ തോന്നിയില്ല. പിന്നെ വർത്താനൊക്കെ പറഞ്ഞപ്പോ അമ്മച്ചിക്ക് ഇച്ചിരി ക്ഷീണം തോന്നിട്ടാ. അമ്മച്ചിക്ക് ഗുളികകളും കുറെ കഴിക്കുന്നുണ്ട്, ഷുഗറിനെയും കൊളസ്ട്രോളിനെയും ഒക്കെ. അപ്പൊ അതിന്റെ ഒക്കെ ഒരു കുറെ വർഷങ്ങൾ ഇതിങ്ങനെ കഴിക്കുന്നതിന്റെ ആ ഒരു എന്താ പറയാ, അതിന്റെ സൈഡ് എഫക്റ്റുകളൊക്കെ ആയിരിക്കാം. വയ്യ, ടയർഡ്നെസ് ആണ്. അവിടെ എൻ്റെ അമ്മയ്ക്കും അതെ, അമ്മയ്ക്കും പ്രായമായി, പ്രഷറൊക്കെ ഉണ്ട്. അപ്പം അത് ഗുളികകൾ കുറേ കഴിച്ചിട്ട് അമ്മയ്ക്കും വയ്യ, ഇവിടെ അമ്മച്ചിക്കും വയ്യ. നമ്മുടെ അമ്മമാർക്കും വയ്യല്ലോ. സോനു പ്രായമായി തുടങ്ങിയില്ല അവർക്ക്. അങ്ങനെ അപ്പോൾ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അച്ചായോടും അമ്മച്ചിയോടും. മനു പുറത്തു പോയിരിക്കുകയാണ്. ഓണല്ലേ, അപ്പൊ അവൻ കൂട്ടുകാരുടെ കൂടെ ഒക്കെ പുറത്തു പോയിട്ടുണ്ട്. നമ്മൾ ഓണക്കോടി കൊടുത്തില്ല, ഇനി ഓണക്കോടിയൊക്കെ കൊടുക്കണം അല്ലേ? അതൊക്കെ ഉണ്ട്. അത് അവൻ വരട്ടെ, മനു പുറത്തു പോയിരിക്കുക. വന്നിട്ട് നമുക്ക് ഓണക്കോടിയൊക്കെ കൊടുക്കാം. ഇത് ഇപ്പൊ പുറത്തു നിന്നപ്പോ നമ്മുടെ ഷർട്ടൊക്കെ ശരിക്കും കണ്ടു, നല്ല കളർഫുൾ, നല്ല ഭംഗിയില്ലേ? അങ്ങനെ അപ്പൊ സന്തോഷാണ്. ഓണത്തിന് എല്ലാരും കൂടി അമ്മേനെയും നമ്മളിപ്പോ കണ്ടു. ഇപ്പൊ അച്ചായനെയും അമ്മച്ചീനെയും മനുവിനെയും ഒക്കെ കണ്ടു. എല്ലാവരും കാണുമ്പോൾ എല്ലാവരോടും കൂടെ ഇരിക്കുമ്പോൾ സന്തോഷമാണ്. പിന്നെ നിങ്ങളും ഞങ്ങളെ കാണുന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരും ഓണം അടിച്ചു പൊളിച്ചില്ലേ? ഇപ്പൊ നമ്മുടെ വീഡിയോ ഇപ്പൊ ഓണം കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ റിലീസ് വരിക. അപ്പൊ എല്ലാവരും ഓണം അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കണു. അപ്പൊ അങ്ങനെ അതൊക്കെയാണ് വിശേഷങ്ങള്. ഇനി നമുക്ക് കുറച്ചു നേരം അങ്ങനെ റൂമിൽ പോയി ഇരുന്നാലോ? കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുക്കും. ഓണസദ്യയും പായസമൊക്കെ കുടിച്ചതിന്റെ ഒരു മത്തും ക്ഷീണമൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറട്ടെ. അതെ, അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം ഞങ്ങളുടെ ബെഡ്റൂമിൽ പോയിട്ട് കുറച്ചു നേരം കിടക്കട്ടെ. എന്നിട്ട് നമുക്ക് വീണ്ടും കാണാം. ചെറുതാക്കി ഇട്ടോളും. അതൊന്നും ഇഷ്ടാവൊന്നും അറിയില്ല. സോനുവിന് കടുക്കളൊക്കെ ഇഷ്ടല്ലേ? മനുവിനാണ് മനുവിനെ തന്നെ വിടുക. ഈ കളർ തന്നെ അവളും എടുത്തത്. സൈസും പാകമൊന്നും അറിയില്ല. എങ്ങനെ ഓണക്കോടിയൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇച്ചിരി വലുതാണ്. അമ്മച്ചിക്ക് കളർ കൂടിപ്പോയെന്നാണ് പറയുന്നത്
കളർ കൂടുതലായി പോയിട്ടില്ല, കുഴപ്പമില്ല. ഇതിട്ട് അമ്മച്ചി ഭംഗി ഉണ്ടാവും. ഇട്ടിട്ട് കാണിക്കാട്ടോ എല്ലാവരും. ചുരിദാർ ഇട്ടിട്ട് നമുക്ക് കാണാം. ഇതെന്നാ ഒറ്റ എത്ര തുണിയാ അതാ ലൈനിങ് എന്താ വേണമെന്ന് പറഞ്ഞു. അതാ കറക്റ്റ് പായ ഷർട്ട്. കറക്റ്റ് ഭാഗം നന്നായിട്ട്. ചിലത് 40 ചില സൈസ് വലുതായിരുന്നു അല്ലേ? അതിന് കറക്റ്റാണ്, നന്നായിട്ട്. ഗേറ്റ് വെച്ച ശേഷം നികേഷ് ചേട്ടൻ ആദ്യമായിട്ടല്ലേ തന്നെ? ഗേറ്റ് വെച്ച ശേഷം ആദ്യമായിട്ടാണ് വരുന്നത്. അതെ, നമ്മുടെ ഇതുവരെയുള്ള വീഡിയോയിൽ മുമ്പൊന്നും ഗേറ്റ് ഇല്ലായിരുന്നു, സ്ഥിരമായിട്ടുള്ളവർക്ക് മനസ്സിലാവും. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ തവണ മോന് വന്നപ്പോ വെച്ചാ. നമ്മുടെ മുറ്റത്ത് നിന്ന ചെടിയെല്ലാം കളഞ്ഞായിരുന്നു മതിൽ വെച്ചപ്പോ. എന്നിട്ട് ഇപ്പൊ പുതിയ ചെടികൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ പുറത്താ, മതിലിന്റെ പുറത്താ വെച്ചാണ്. പിടിച്ചു തന്നെ ഉള്ളു. ഇവിടെ കപ്പയൊക്കെ നട്ടുണ്ടല്ലോ. ഞങ്ങളിവിടെ മിക്കപ്പോഴും ഒരു 5-6 ചൂട് എല്ലാ വർഷവും ഇങ്ങനെ നടും. ഇവിടെ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് എന്നാ വെച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ കപ്പ കിട്ടൂലോ. നേരത്തെ അപ്പുറ ഭാഗത്തായിരുന്നു വെച്ചിരുന്നത്. ഇപ്പം ഇവിടെ മണ്ണൊക്കെ എടുത്തിട്ട് മതിൽ കെട്ടിയപ്പോൾ ഇവിടെ വെച്ചാ. പിന്നെ കുറേ ചീനി വെച്ചിട്ടുണ്ട്, മുളകിൻ്റെ, ഇഞ്ചിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഇങ്ങനെ കയറി ഇരിക്കാം. വെള്ളമില്ല, ചമ്പിയേ ആയിരുന്നു. ചാടി ഇരിക്കുക കുറച്ചു നേരം. അയ്യോ, ഇതിന്റെ മതിലിന്റെ മുകളിൽ കയറി ഇരിക്കുക. കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കാം, കാഴ്ചകൾ കണ്ട്. മുണ്ടൊക്കെ വെച്ചിട്ട് തന്നെ ഒരു ആശ്വാസമായില്ലേ? ശരിക്കും മുണ്ടും ഷർട്ടും ശരിക്കും ഇങ്ങനെ നിൽക്കുമ്പോഴേ നമ്മൾക്ക് ആ വീടിന്റെ ഒരു വിശേഷ ദിവസങ്ങളിലൊക്കെ എങ്ങനെയാ മുണ്ടും? അത് പക്ഷെ ഒരു ഫോർമൽ ഇതല്ലേ, ഇങ്ങനെ കുറച്ച് മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട്. ഇത് നമ്മള് ഷോർട്ട്സും ടീഷർട്ടും ഇട്ട് വീട്ടിൽ നടക്കുമ്പോ ശരിക്കും നമ്മുടെ നാടൻ വീട്ടിലെ പയ്യനായി മാറി, വീട്ടിലെ പയ്യന്മാരായി മാറി. അമ്മച്ചി ചായ എടുക്കണ്ട പോണു അല്ലേ? ചായ ഒന്നും കുടിക്കാനുള്ള ഇതില്ല. ഏലക്കായുടെ മണമൊക്കെ വന്നിരുന്നു. ഏലക്കാ ചായയാണ്. ഏലക്കായും സദ്യയും പായസവും ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാനുള്ള വയറില്ല. എന്തായാലും ഓണം ഞങ്ങളുടെ നന്നായി, അതെ, സന്തോഷമായി. എല്ലാ വർഷവും നമ്മൾ എറണാകുളത്തായിരുന്നു ആഘോഷിക്കാറ്. തലേദിവസം ഇവിടെ വന്നിട്ട് പോകാറാണ്. എന്നാൽ ഇത്തവണ ഓണത്തിന് ഇവിടെ ആവട്ടെ എന്ന്. അത് കുറേ വർഷങ്ങളായിട്ട് അമ്മ തനിച്ചല്ലേ, അപ്പൊ അമ്മയുടെ കൂടെയായിരുന്നു ഞങ്ങൾ എപ്പോഴും ഓണം സെലിബ്രേറ്റ് ചെയ്തിരുന്നു. പിന്നെ ഇപ്രാവശ്യം പിന്നെ അമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു വരാൻ പറ്റുമോ എന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ വരാൻ പറ്റില്ലായിരുന്നു. അപ്പം ഇപ്രാവശ്യം അമ്മച്ചിയും പറഞ്ഞു, പിന്നെ അമ്മയും പറഞ്ഞു ഇപ്രാവശ്യം അമ്മച്ചിയുടെ കൂടെ എന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിശ്ചയിച്ചു ഉണ്ട് അവിടെ അമ്മയുടെ കൂടെ. അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചു ഇപ്രാവശ്യം അമ്മച്ചിയുടെ കൂടെ ആവാണ്. അങ്ങനെ അമ്മച്ചിയുടെ കൂടെ ചാടി ഇറങ്ങിക്കോ. നോക്കി ഈ കൂട് മനു മേടിച്ചിട്ടാണാ? നല്ല ഭംഗിയുണ്ട്. കിളിയൊന്നും വന്നിരിക്കില്ല, ചുമ്മാ മേടിച്ചിട്ടാണ്. അപ്പുറ സൈഡിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതാവും വരുമ്പോ കൊണ്ടുവന്ന അത്ര ആ ഒരു ഇതിങ്ങനെ ഞാൻ എടുക്കണില്ല അറ്റത്ത്. അതിന്റെ പേരും പറഞ്ഞു. നല്ല ഭംഗിയുണ്ട്. അതങ്ങനത്തെ ഓരോന്നൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അത് നല്ല ഭംഗിയാണ്. ചായ കുടിക്കാം നമുക്ക്. ചായ കുടിക്കാൻ കുടിക്കണേ കുടിക്കാം. നമ്മളങ്ങനെ ചായ കുടിക്കാൻ പോവാണ്. നമ്മള് മേടിച്ചോണ്ട് വന്ന പരിപ്പടയും പഴംപൊരി ഉണ്ട്. പിന്നെ അമ്മച്ചി പപ്പടയുടെ പഴമൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്, ഏത്തപ്പഴം. അമ്മച്ചി ഇപ്പൊ കുടിക്കുവാ? ചായ എടുത്താ? കുടിച്ചോ ചേട്ടാ? ബോളി ഇവിടെ വെച്ചിട്ടുണ്ടോ ചായ? സോനു ചോക്കൊണ്ടൊക്കെ അവിടെ വരച്ച് വെക്കും, എന്നാലും പിന്നെയും വരും. എന്നിട്ട് എന്നെ കുറ്റം പറയും, ഞാൻ തിന്നണ സാധനങ്ങളൊക്കെ ഇട്ടിട്ടാ വരുന്നത്. എന്റെ കൂട്ടല്ലേ, ഞാൻ അച്ചായനെ വഴക്ക് പറയും. അച്ചായി ഇതൊക്കെ കൂടി ഇട്ടിട്ടാ ചോറിന്റെ കൂടെ തന്നെ ഞാനും. അച്ചായി തിന്നുമ്പോ എന്തെങ്കിലും കൈ പിടിച്ചോണ്ട് തിന്നുകൊണ്ട് അവിടെ കൊണ്ടിട്ട് ഉമ്പ് കയറുകൊണ്ട് അച്ചായി ഞാൻ വഴക്ക് പറയും. അച്ചായി പാത്രം കഴുകണ്ടല്ലോ എന്ന് പറഞ്ഞ് കൈ പിടിച്ചോണ്ട് തിന്നും. ഇവിടെ സോനു എന്നെ വഴക്ക് പറയല്ല പണി. ആ പരിപാടി തന്നെ എനിക്കും. കഴിക്കാൻ തോന്നുമ്പോ വല്ലപ്പോഴും കഴിക്കും. ഓർണം വല്ലപ്പോഴും കഴിച്ചാൽ മതി. അച്ചായി പരിപ്പൊടി എടുത്തായിരുന്നോ? കട്ടൻ വേണോ? ഇപ്പൊ ചൂടാണ് ഞാൻ എടുത്തോണ്ട് വരാത്ത. ഞങ്ങളപ്പോ കൂത്താട്ടന്മാരെയൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് കറങ്ങിയേച്ച് വരാന്ന് പറഞ്ഞിറങ്ങാണ്.
അതെ, ഒന്ന് കറങ്ങി വെച്ച് വരാമെന്ന് വിചാരിച്ചു. ഓണത്തിന്റെ ദിവസമല്ലേ, അപ്പൊ ഇവിടെ ഈ സ്ഥലത്ത് തന്നെ നമ്മൾ ലോക്കൽ ഒന്ന് കറങ്ങിയിട്ട് വരാം. അപ്പൊ അമ്മച്ചി അച്ഛൻ ഒന്ന് പുറത്ത് ഇവിടെ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഞങ്ങള് കറങ്ങാൻ ഇറങ്ങിയപ്പോ രാത്രി ഡിന്നറിനുള്ള കുറച്ച് ചപ്പാത്തിയും ചിക്കൻ കറിയും മേടിക്കാമെന്ന് വിചാരിച്ചു. ബാക്കി അവിടെ എന്തൊക്കെയോ ഉണ്ടല്ലേ, ബാക്കിയെല്ലാം അവിടെയൊക്കെ ഉണ്ട്, ചോറും ഒക്കെ ഉണ്ട്. അപ്പൊ കുറച്ച് ചപ്പാത്തിയും ചിക്കൻ കറിയും മേടിച്ചു. അപ്പൊ അത് മേടിക്കാൻ വേണ്ടി ഇവിടെ വന്നതാ. നമ്മള് മനു ഉച്ചയ്ക്ക് ഓണസദ്യ വരുത്തിയത് ഇവിടെ തന്നെയാണ്. അപ്പൊ വേറെ കടകളൊന്നും പുറത്ത് നോക്കിയപ്പോ തുറന്നിട്ടില്ല. അപ്പൊ ഞങ്ങള് അവസാനം ഇവിടെ തന്നെ വന്ന് മേടിച്ചു അല്ലേ. ഇന്ന് ഓണായോണ്ട് മിക്ക കടകളും തുറന്നിട്ടില്ല. മിക്ക കടകളും നല്ല, ഒറ്റ കടകളും തുറന്നിട്ടില്ല. അതെ, അപ്പൊ ഇവിടെ വന്നതാണ് നമ്മള്. ഇതിന്റെ പേരെന്തായിരുന്നു? അമൃത റെസിഡൻസി. അമൃത് അപ്പൊ ഇനി വീട്ടിൽ എത്തിയിട്ട് കാണാം അല്ലേ. ഇനി നമുക്ക് ഇനി കറങ്ങല് മതി അല്ലേ. ഇനി നമുക്ക് പോവാം അച്ഛായ അമ്മച്ചിയുടെ അടുത്ത് പോവാം. ഞങ്ങളങ്ങനെ കൂത്താട്ടിലൊക്കെ പോയി വന്ന് പിന്നെ കുളിച്ചു, കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു അല്ലേ. അതെ, അച്ചായി അമ്മച്ചൊക്കെ ആയിട്ട് കുറെ നേരം വർത്താനം പറഞ്ഞു. ആ വർത്താനം പറഞ്ഞ ഭാഗങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. നമ്മളിവിടെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഭാഗങ്ങൾ അവിടുന്ന് ഇവിടുന്ന് എടുത്തിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ അച്ചായി അമ്മച്ചിയും TV കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അകത്തേക്ക്. ശേഷമാണ് ഒരുമിച്ച് വന്നത് ഇവിടെ. സന്തോഷം. ഞാൻ ഇടയ്ക്ക് വന്ന് പോകുന്ന കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ടിപ്പോ കുറെ ആളായി വീഡിയോ എടുത്തിട്ടല്ലേ. അതെ, അപ്പൊ അങ്ങനെ ഈ ആഴ്ചയിൽ തന്നെയാണ് അമ്മേനെ കണ്ടതും അമ്മച്ചീനെ അച്ചായനെയും കണ്ടതും ഒക്കെ. അപ്പൊ ഭയങ്കര സന്തോഷം. ഇടയ്ക്ക് അവരുടെ കൂടെയൊക്കെ അല്ലേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റണത്. ഞങ്ങളങ്ങനെ ഡിന്നർ കഴിക്കാൻ പോവാണ്. ഞാൻ ചപ്പാത്തിയും ചോറും. ഞാൻ സദ്യയുടെ കറികളെല്ലാം കൂട്ടിയാണ് കഴിക്കുന്നത്. ഒരു സദ്യയുടെ ഇലയല്ലെന്നേ ഉള്ളൂ. അതെ, ഞാന് ചപ്പാത്തി കറിയും കൂടി കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് കഴിക്കട്ടെ. ചായ ഇവിടെ ഇരുന്ന് TV കണ്ട. ചായ ഇപ്പൊ കഴിക്കണ്ടെന്ന് പറഞ്ഞു. അമ്മച്ചി അപ്പുറം ഇരുന്ന് അടുക്കളയിരുന്ന് കഴിക്കണ്ട്. ഇപ്പൊ ഒരു സദ്യയുടെ അല്ല, എനിക്ക് വേണ്ട, ഞാൻ സദ്യ കഴിക്കാം. സദ്യ പറഞ്ഞാൽ കഴിക്കണ്ട. ഇല്ല, ഇനി കഴിക്കില്ല. ഉച്ചക്ക് കഴിച്ച് തന്നെ വയറ് നിറഞ്ഞു. ഇപ്പൊ ചപ്പാത്തി 2 കഴിക്കാന്ന് വെച്ചു. എടുത്ത് കഴിക്ക്. അല്ല, ഉണ്ടോ ഇവിടെ? അടുപ്പുണ്ടോ? സദ്യ ഇതോടുകൂടി ഞാൻ ഓണസദ്യ അവസാനിപ്പിക്കാം. നാളേക്ക് ഓണമല്ലേ അല്ലേ? ഇന്നലെ ഓർത്ത മീനാ, അത് കുഴപ്പമില്ല, നല്ല മീനാ, നെയ്മീൻ. ഇന്നലെ ഓർത്ത ചൂടാക്കിയില്ല. ചൂടാക്കണോ? വേണ്ട, ചൂടാക്കില്ല. മീൻ ഇഷ്ടല്ലേ? നെയ്മീനാ, നെയ്മീൻ. അമ്മച്ചി നെയ്മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നേരത്തെ ഉണ്ടാക്കി വെച്ചാ. നമുക്ക് വേണ്ട. ടേസ്റ്റ് കഴിച്ചു. നല്ല എരിവട്ടാ. ടേസ്റ്റ് ഉണ്ട്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. മനു ഇവിടെ വന്നപ്പോ നമ്മളോട് പറഞ്ഞ് ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് രാത്രി ഗാനമേള ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മളൊന്ന് അവൻ നേരത്തെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി. അപ്പൊ ഞങ്ങൾ 2 കൂടി പോവാണ് ഗാനമേള ഒന്ന് കേൾക്കാന്ന് വിചാരിച്ചിട്ട്. തുടങ്ങിയെന്ന് പാട്ട് ഇവിടെ കേൾക്കാനുണ്ട്. പാട്ട് കേൾക്കുന്നുണ്ട് അകലേന്ന്. അപ്പൊ ഞങ്ങളൊന്ന് അവിടെ ചെന്ന് നോക്കട്ടെ. അതെ, ഗാനമേള കുറച്ചു നേരം കാണും. പിന്നെ പെട്ടെന്ന് ഇട്ട പരിപാടിയാണ് പോവാൻ. അതെ, ഞങ്ങൾ ഒട്ടും പ്ലാൻ ചെയ്തില്ല. പിന്നെ അച്ചായമ്മച്ചൊക്കെ ഉറങ്ങണതിന് മുമ്പ് അപ്പൊ പോവാം നമുക്ക്. 6ാം സമ്മാനം ഇലക്ട്രിക് കെറ്റിൽ സ്പോൺസർ ചെയ്തിരിക്കുന്നത് കൃഷ്ണ ലക്കി സെന്റർ റോഡ് കുത്താറുണ്ട്. കറക്റ്റ് വന്ന് കയറിയപ്പോ പൊരി മഴ എന്തോ ബാക്കി പോകുന്നതല്ലേ. അതെ, ഞങ്ങള് കുറച്ചു നേരം പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങോട്ട് പോന്നു. വീട്ടിൽ വന്ന് കയറിയപ്പോ ഉടനെ ഭയങ്കര മഴ. ബാക്കി ഏതായാലും നല്ല രസമുണ്ട്. മഴ നല്ല രസമല്ലേ. അപ്പൊ മഴ ഇങ്ങനെ എൻജോയ് ചെയ്യാം.
കുറച്ചു നേരം ടി വി ഒക്കെ കണ്ടിരുന്നിട്ട് ഞങ്ങൾ കിടക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അച്ചായി അമ്മച്ചിയും കിടക്കാൻ വേണ്ടി പോയി. മനു ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഓണത്തിൻ്റെ ആഘോഷത്തിലാണ്. ഇപ്പോൾ എത്തും, 10-15 മിനിറ്റിൽ വരും. ഞങ്ങൾ കിടക്കാൻ നോക്കുകയാണ്. വളരെ നല്ല ദിവസമായിരുന്നു. അങ്ങനെ ഓണം നന്നായി അല്ലേ? ഓണം നല്ല അടിച്ചു പൊളിച്ചു, ഹാപ്പിയായി. ഇപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ 2 വീട്ടുകാരാണ്. ഞങ്ങളുടെ ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ള വീട്ടുകാരാണ് ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞങ്ങൾ കരുതുന്നു. സന്തോഷം, ദൈവത്തിന് നന്ദി. അങ്ങനെ 2 വീട്ടുകാരെയും തന്നതിൽ 2 വീട്ടുകാരും അത്രയും സപ്പോർട്ടീവാണ്, കൂടെ നിന്നിട്ടുണ്ട് എന്നും. അപ്പോൾ ഒരുപാട് സന്തോഷം. പിന്നെ നിർഭാഗ്യം എന്ന് പറയുന്നത് നമുക്ക് അവകാശപ്പെട്ട പല നിയമങ്ങളും നമുക്ക് ഫേവറായിട്ട് വന്നിട്ടില്ല. അത് എപ്പോഴെങ്കിലും വരുന്നു വിചാരിക്കണു. അതിപ്പോൾ അത് വരാത്തതാണ് നിർഭാഗ്യം എന്ന് പറയുന്നത്. ലൈഫിലെ ഭാഗ്യം എന്ന് പറയുന്നത് 2 വീട്ടുകാരുമാണ്. എന്തായാലും സന്തോഷം. നിങ്ങളുടെയൊക്കെ ഓണം നന്നായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. ഞങ്ങളുടെ ഓണം നിങ്ങൾ കണ്ടു, സന്തോഷമായി. നല്ലൊരു ഓണമായിരുന്നു ഇത്. എന്നും ഓർമ്മകളിൽ നിൽക്കുന്ന ഒരു ഓണമായിരുന്നു ഞങ്ങൾക്കിത്. അപ്പം ഇനി ഞങ്ങൾ കിടക്കാനുള്ള പരിപാടിയാണ്. നാളെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. അപ്പം ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞു നിർത്താം. അപ്പം ഞങ്ങൾ കിടന്നുറങ്ങാൻ പോവാണ്. അപ്പം ഇനി രാവിലെ എണീറ്റിട്ട് കാണാം. രാവിലെ ഞങ്ങൾ എണീറ്റു. നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് രണ്ടാളും എണീറ്റിരിക്കുകയാണ്. സോനു ഉറങ്ങിയില്ല? നന്നായിട്ട് ഉറങ്ങി. ഞാനും നന്നായിട്ട് ഉറങ്ങി, നല്ല സുഖത്തിൽ ഉറങ്ങി. അങ്ങനെ ഉറങ്ങി എണീറ്റു. അപ്പം നമ്മൾ വീട്ടുകാരെല്ലാവരും കൂടി ഓണം ആഘോഷിച്ചു. രോഹിണി മാത്രം ഉണ്ടായിരുന്നില്ല. രോഹിണി സൗദിയിലാണ്, ലീവ് കിട്ടിയിട്ടില്ല. രോഹിണി ഇത് കാണുണ്ടാവും. അപ്പം നമുക്ക് രോഹിണി നാട്ടിൽ വരുമ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കാം. അതെ, ഇന്നലെ കുറച്ച് മാസം മുമ്പ് വന്നിരുന്നു. അപ്പം നമ്മുടെ ഇവിടെയൊക്കെ വന്നായിരുന്നു. നമ്മൾ മെട്രോയിലും അവിടെ വാട്ടർ മെട്രോയിലും മറ്റേ കൊച്ചി റെയിൽ മെട്രോയിലൊക്കെ പോയായിരുന്നു. അതെ. അപ്പോൾ ഇനി ഞങ്ങൾ ചായ കുടിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങിയാണ്. എറണാകുളത്തേക്ക് ഫ്ലാറ്റിലോട്ട് പോവാണ്. ചായ കുടിച്ചിട്ട് അച്ചായി പുറത്ത് പോയിരിക്കുക. അപ്പോൾ മനു എണീറ്റിട്ടില്ല, ഉറങ്ങാണ്. അപ്പോൾ നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായില്ലേ? നമ്മൾ പോണ സമയത്ത് അവസാനിപ്പിക്കുകയുള്ളൂ. എന്തായാലും ഞാൻ ചോദിച്ചതാ, വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. അതുപോലെ എല്ലാവരും ഇപ്പം ഇത് ഓണം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ റിലീസാവുക. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ച് പൊളിച്ചു എന്നും വിചാരിക്കുന്നു ഞങ്ങൾ രണ്ടാളും. അപ്പോൾ ഇനി നമ്മൾ ചായ കുടിക്കുമ്പോൾ കാണാം. സമയത്ത് കാണാം. സോനു നേരം വൈകിട്ടാ കിടക്കുക. എന്നിട്ട് ജോലി കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. രാവിലെ അപ്പം ഗ്രീൻ പീസ് കറിയാണ്. ഒരെണ്ണം എടുത്തേ. മേശേട്ടൻ പിന്നെ 2 കൂടെ തിന്നേയില്ല. ചായ വന്നിട്ടുണ്ട്. അവരൊന്നും ഇപ്പൊ കഴിക്കില്ല. കഴിക്കുള്ളൂ അല്ലേ? നമ്മളിങ്ങനെ രാവിലെ ചായ കുടിക്കാതിരിക്കുകയാണ്. അമ്മച്ചി അപ്പവും ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കിയേക്കണേ. അമ്മച്ചി ഇപ്പൊ കഴിക്കില്ല ചായ. ഞങ്ങൾ നേരത്തെ കഴിച്ചു, നമുക്ക് ഇനി പോകാനുള്ളതല്ലേ, അതുകൊണ്ട്. അതെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ. അപ്പവും ഗ്രീൻ പീസ് കറി കഴിക്കട്ടെ കേട്ടോ. കഴിച്ചിട്ട് കാണാം. അവിടെ ഇരിപ്പുണ്ടല്ലോ, അപ്പൊ എടുത്ത് കഴിക്കാം. അതെ, നമ്മുടെ ഇവിടെ ഉണ്ടായതല്ലേ. ഒട്ടും എരിവില്ല, എരിവ് കുറവാണ്. ഇതുണ്ടോ ഇവിടെ ഇരിപ്പുണ്ട് കുറെ. ചോറക്കകത്ത് ചെത്തി ഇടാം. നല്ല രസമുള്ള മുളകുണ്ട്. ഇത് കണ്ടോ, ഈ മുളക് ഉണ്ടോ? ഇതൊക്കെ നല്ല ടേസ്റ്റാ. ഇവിടെ ഇരിപ്പുണ്ട് വേറെ. അമ്മച്ചി മൂക്കണ പറിച്ചു വയ്ക്കും. തോരൻ കറിക്കകത്തൊക്കെ അമ്മച്ചി അരിഞ്ഞിടും. പക്ഷേ കറി എടുത്ത് കൂട്ടി അപ്പൊ ഒരെണ്ണം എടുത്ത് ചെറിയ അപ്പം. അത് കാരണം ഞങ്ങള് രാവിലെ ചായ കുടിക്കാറില്ല. വെള്ളം കുടിക്കുള്ളൂ, ചായ കുടിക്കുന്നു. ചായ പലഹാരത്തിന്റെ ഒപ്പം. ഞാൻ ഒരു നേരം ചായ കുടിച്ചായിരുന്നു, വൈകുന്നേരം മാത്രം. കറി എടുത്ത് കഴിച്ചോ. കറി ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്, എടുത്ത് കഴിച്ചോ. ഇച്ചിരി എടുത്തോണ്ട് വരാൻ കറി വേണ്ട, കുടിക്കോ. നമ്മുടെ ശരീരം അനുവദിക്കുകയല്ലോ. ഇടയിൽ പിന്നെ വല്ല പേരക്കോ അല്ലെങ്കിൽ കുക്കുംബറോ അല്ലെങ്കിൽ
ഈ നട്സൊക്കെ ഇരിപ്പുണ്ട് അതൊന്ന് രണ്ടെണ്ണം എടുത്ത് കഴിക്കുവോ അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും. മറ്റേ പലഹാരം ചെയ്ത് നിർത്തി, ബേക്കറി അത് നിർത്തി. അതിനകത്ത് കൊളസ്ട്രോൾ ഉള്ളതുകൊണ്ട് പിന്നെ ഡോക്ടർ പറഞ്ഞു അത് വേഗം കൂടുന്ന വേറെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ പറ്റും. പിന്നെ ഞങ്ങളങ്ങനെ അച്ചായുടെയും അമ്മച്ചീന്റെയും മനുവിന്റെയും കൂടെയൊക്കെ ഓണം ആഘോഷിച്ചിട്ട് തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അമ്മച്ചിക്ക് ഞങ്ങൾ തിരിച്ചു പോകുമ്പോ ചെറിയൊരു വിഷമം അല്ലെ, എന്നാലും ഞങ്ങൾ വന്നപ്പോ സന്തോഷമായില്ലേ അമ്മച്ചിക്ക്. അപ്പൊ നമ്മളെല്ലാരും കൂടി ഓണൊക്കെ ആഘോഷിച്ച് ഇനി ഇറങ്ങുകയാണ്. അച്ചായി പുറത്തു പോയിരിക്കുകയാണ്. അപ്പൊ സോനു നമ്മൾ ഇനി ഇറങ്ങിയല്ലേ, ഹാപ്പി ആയില്ലേ, സന്തോഷായില്ലേ? പിന്നെ അമ്മച്ചി ഹാപ്പി ആയില്ലേ? ഓണം സൂപ്പർ ആയില്ലേ? ഓണം സൂപ്പറായി, ഞങ്ങളെല്ലാരും ഹാപ്പി ആയി. അപ്പൊ ഞങ്ങൾ ഇറങ്ങുകയാണ് ഇനി. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം. അപ്പൊ ഇനി നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും കാണുക. അപ്പൊ അതുവരെയ്ക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. കൂത്താളം ചെന്നിട്ടാ വേണേ അഞ്ചപ്പെട്ടി വഴി.